ആദിയുടെ തോളിൽ കൈയിട്ട് ചിരിച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുന്ന മനുവിനെ കണ്ട് എല്ലാവരും ഞെട്ടിയപ്പോൾ ഗോകുൽ മാത്രം തല ഉയർത്തിപ്പിടിച്ച് അട്ടം നോക്കി നിൽപ്പാണ്. മുറിയിലെ സീലിങ്ങിലേക്ക് നോക്കിയാൽ കാക്ക മലർന്ന് പറക്കുന്നത് കാണാൻ പറ്റില്ലെന്ന് അവന് നന്നായിട്ടറിയാം. എങ്കിലും വല്ല പല്ലിയും മലർന്ന് ഇഴയുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു അവൻ. 8ന്റെ പണി കൊടുത്ത അമ്മായി അച്ഛനും 16ന്റെ അല്ല 32ന്റെ പണി കൊടുത്ത ആജന്മ ശത്രുവിനും എല്ലാം മറന്ന് മാപ്പ് കൊടുത്ത് വീട്ടിലേക്ക് ക്ഷണിച്ച് അത്താഴം വിളമ്പുന്ന ഇവൻ അടുത്ത വർഷത്തെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം അടിച്ചു മാറ്റാനുള്ള പുറപ്പാടിലാണോ ഇവനിപ്പോഴായി നന്മമരായത്? ഇനി ഈ അച്ഛനാവാൻ പോകുന്നു എന്നറിഞ്ഞ് ഇവൻ്റെ ഫ്യൂസ് അടിച്ചു പോയോ? ഗോകുൽ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. ഇതേ സമയം നയനയും പൂജയും അരുന്ധതി മുത്തശ്ശിയുടെ കൂടെ മിണ്ടിയും പറഞ്ഞിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അരുന്ധതി രണ്ടിനെയും പിടിച്ചു വെച്ച് കഥ പറഞ്ഞ് വെറുപ്പിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ആ സമയത്താണ് മിന്നു അങ്ങോട്ട് വരുന്നത്. അരുന്ധതി മുത്തശ്ശിയുടെ മുന്നിൽ വീണ്ടും വന്ന് പെട്ടല്ലോ എന്നോർത്ത് അവൾ സ്വയം ഒന്ന് പഴിച്ചു. എൻ്റെ റബ്ബേ, സിംഹമടയിലാണല്ലോ വന്നു പെട്ടത് എന്ന് മനസ്സിൽ പറഞ്ഞ് മിന്നു മുത്തശ്ശിയോട് നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. അല്ല, അരുന്ധതി മുത്തശ്ശി ഇവിടെ ഇരിക്കുവാണോ? എന്തേ, കണ്ടിട്ട് നിൽക്കുവാണെന്ന് തോന്നുന്നുണ്ടോ? മിന്നുവിൻ്റെ ചോദ്യം കേട്ട് മുത്തശ്ശി ഗൗരവം ഒട്ടും കുറക്കാതെ പറഞ്ഞു. ഓഹ്, ഈ മുത്തശ്ശി വന്നപ്പോൾ തൊട്ടി എന്നെ ചൊറിയുവാണല്ലോ. ആദ്യമായിട്ട് എൻ്റെ മുത്തശ്ശി ആയിപ്പോയി. ഇല്ലെങ്കിൽ ഞാനിത് എന്തെങ്കിലും ഒരു പണി കൊടുത്തേനെ, മിന്നു മനസ്സിൽ പറഞ്ഞു. ഈ മുത്തശ്ശിയുടെ ഒരു കോമഡി വലിയ തമാശക്കാരിയാണല്ലേ, ഒറ്റ അടി വെച്ച് തരൂ കേട്ടോ. മിന്നു ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതും അവർ വീണ്ടും കലിപ്പിലായി. അവരവളെ കൂർപ്പിച്ചു നോക്കി. സോറി മുത്തശ്ശി, ഞാൻ അറിയാതെ. മിന്നു തപ്പിത്തടഞ്ഞു. നിനക്കിത്തിരി ഇളക്കം കൂടുതലാണല്ലോ പെണ്ണെ. ഇല്ല മുത്തശ്ശി, മുത്തശ്ശിക്ക് തോന്നുന്നതാ. ഞാൻ മുത്തശ്ശിയെ പോലെ തന്നെ ഒരു പാവാണ് കേട്ടോ. വായിൽ വിരലിട്ടാൽ പോലും കടിക്കില്ല. വേണേ മുത്തശ്ശി ഒന്ന് ടെസ്റ്റിക്കോ? ആഹാ, നീ കൊള്ളാലോടി പെണ്ണെ. നിന്റെ പതപ്പിക്കലേ ഇവിടെ ഏൽക്കില്ല. അല്ല മുത്തശ്ശി, എല്ലാവരും കൂടി മുത്തശ്ശിയെ സൈഡാക്കി അങ്ങ് ഒതുക്കിയല്ലേ? മിന്നു വിഷയം മാറ്റി തുടങ്ങി. ആര് പറഞ്ഞു എന്നെ സൈഡാക്കിയിട്ടുമില്ല ഒതുക്കിയിട്ടുമില്ല? പിന്നല്ലാതെ നിങ്ങളിങ്ങനെ ഒരു മൂലക്ക് ഒതുങ്ങി നിന്ന് എങ്ങനെയാ? അവിടെ സരസ്വതി മുത്തശ്ശിയെ തറവാട്ട് മഹിമയും ആനക്കഥയും വിളമ്പി പ്രിയയുടെ അച്ഛൻ്റെ മുന്നിൽ ഷൈൻ ചെയ്യുവാണല്ലോ. ഇങ്ങളും ചെന്നേ നമ്മുടെ കൈലാസം തറവാടുകാർ പൊലിമങ്ങ് പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. നമ്മുടെ കൈലാസം തറവാടോ? സോറി മുത്തശ്ശിയുടെ, മിനുഹ നിഷ്കുവായി പറഞ്ഞു. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പോകുന്നതിന് മുൻപേ എനിക്ക് നിന്നെ ഇത്തിരി ഉപദേശിക്കാനുണ്ട്. എന്നെ കണ്ടിട്ടേ പോകാവൂ, കേട്ടല്ലോ? ശരി മുത്തശ്ശി. അതും പറഞ്ഞ് അരുന്ധതി മുത്തശ്ശി അവിടെ നിന്ന് പോയതും മിന്നു ശ്വാസമെന്ന് നേരെ വിട്ടു. എൻ്റെ പഠിച്ചോനെ, ഈ വയസ്സായ കാലത്ത് ആറ്റം ബോംബാണെങ്കിൽ നല്ല പ്രായത്തിൽ എന്ത് ബോംബായിരുന്നെന്തോ എന്നും പറഞ്ഞുകൊണ്ട് പൂജയ്ക്കും നയനക്കും നേരെ തിരിഞ്ഞു. എടി നയന രാജകുമാരി, നീ അറിഞ്ഞോ നിന്റെ രാജകുമാരൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്? ആര്, ചാൾസോ? പൂജ ചോദിച്ചു. അത് ഡയാനയുടെ രാജകുമാരൻ. ഇവിടെ വന്നതേ നയനയുടെ രാജകുമാരനാ. ആര്, മനുവേട്ടനോ? പൂജ വീണ്ടും ചോദിച്ചു. പുള്ളി തന്നെ. സത്യം? ഇതെങ്ങനെ സംഭവിച്ചു? പൂജ ഞെട്ടലോടെ ചോദിച്ചു. നയനയാണെങ്കിൽ ഫ്യൂസ് അടിച്ചു പോയി നിൽപ്പുണ്ട്. അതന്നെ എനിക്കും അറിയാത്തത്. വെട്ടൊന്ന് മുറി 2 എന്ന പ്രകൃതവുമായി പരസ്പരം അടികൂടി നടന്ന എന്ത് നല്ല ശത്രുക്കളായിരുന്നു. ഇപ്പൊ കണ്ട ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇരുന്ന് കഥ പറയുന്നു. ഇവന്മാർ 4നെയും മനസ്സിലാക്കാൻ പറ്റുന്നേയില്ല. എല്ലാം കണക്കാ. അത് നീ പറഞ്ഞത് വളരെ ശരിയാ. ശ്യാമേട്ടനെയും എനിക്ക് മനസ്സിലാവുന്നേയില്ല. അവനടക്കമുള്ള ആൺവർഗം മറ്റാരും കാണാത്തത് കാണും, ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. പൂജ പ്രത്യേക താളത്തിൽ പറഞ്ഞു. എടി, ഇത് വടക്കം വീരഗാഥയിലെ മമ്മൂട്ടിയുടെ ഡയലോഗല്ലേ? നമ്മളെ പോലത്തെ പാവം പെണ്ണുങ്ങൾക്കിട്ട് താങ്ങിയ ഡയലോഗ്. നീ അത് മാറ്റിപ്പിടിച്ചാ? അല്ല, ഞാനൊരു തമാശ പറഞ്ഞതിന് നീ എന്തിനാ ഇത്രയും ആറ്റിറ്റ്യൂഡിട്ട് ഈ ഡയലോഗ് വെച്ച് കാച്ചിയെ? വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. നിന്റെ മുഖത്തെന്താ ഒരു മ്ലാനത? രണ്ടും പിണക്കത്തിലാ? എങ്കിൽ സെയിം പിച്ച്, ഞങ്ങളും പിണക്കത്തിലാ. ഹാപ്പി ക്വാറലിംഗ് ഡേ, ലെറ്റ്സ് എൻജോയ്. മിന്നു പറഞ്ഞത് കേട്ടതും പൂജ അവളെ ഒന്ന് നോക്കിപ്പോയി. എടി, ഭർത്താക്കന്മാരുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കരുത്, ഒരിക്കലും തോറ്റു കൊടുക്കരുത്. അല്ല, അവിടെ എന്താ സംഭവം? പൊതുവേ നിങ്ങളിങ്ങനെ പിണങ്ങാറില്ലല്ലോ, ഇപ്പം എന്തൊറ്റി? അത് വലിയൊരു കഥയാണ് മോളെ, പെട്ടെന്ന് പറഞ്ഞാലൊന്നും തീരില്ല. എനിക്ക് പറയണ്ട. എനിക്കാണെങ്കിലേ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അതുകൊണ്ട് വലിയ കഥ കേൾക്കാനേ എനിക്ക് വലിയ മൂടുമില്ല. എന്നാൽ എനിക്കിപ്പോൾ കഥ പറയാനും വലിയ മൂടില്ല. അല്ല, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് പിണക്കൊക്കെ ആയോ? ആകെ 4-5 ദിവസം മാത്രമല്ലേ ഒരുമിച്ചുണ്ടായുള്ളൂ. പാവം ശപിക്കാം, നിന്നെ സമ്മതിക്കണം. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? പൂജ ചോദിച്ചു. പിന്നല്ലാതെ ഓൻ്റെ ഓൾഡ് ലവ് സ്റ്റോറി കേട്ടിട്ടേ ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് തന്നെ എനിക്ക് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ആദ്യ രാത്രി തന്നെ അടിച്ച് പിരിഞ്ഞു എന്നൊരു ചീത്തപ്പേര് വേണ്ടല്ലോ എന്ന് കരുതി മിണ്ടാതിരുന്നു. പിന്നെ പാവല്ലേ എന്ന് കരുതി ഞാൻ കുറച്ച് നാണൊക്കെയും വരുത്തി അയ്യോ പാവം അടിച്ചു നിന്നു. പക്ഷെ ഓൻ്റെ കയ്യിലിരിപ്പ് കണ്ടപ്പോഴേ ഞാൻ എൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്ത് ഒന്ന് വിരട്ടി വിട്ടു. മിന്നു പറഞ്ഞു. നീ എന്തിനാണ് ആ പാവത്തിന് ഇങ്ങനെ വട്ട് പിടിപ്പിക്കുന്നേ?
നിന്നെ എന്തിഷ്ടാണെന്നോ നിനക്ക് ഇത്തിരി താഴ്ന്നു കൊടുത്താലെന്താ? പൂജ പറഞ്ഞു. പിന്നെ ഒരു പാവം. നമ്മളിവിടെ കാണുന്ന പോലെ അല്ല മോളെ. വീട്ടിലാള് ഭയങ്കര മെച്ചുവേർഡായിട്ടാണ് പെരുമാറുന്നത്. എങ്ങനെ നല്ലൊരു ഭാര്യയും മരുമകളും ആവാം എന്നതിനെ പറ്റി എനിക്ക് ക്ലാസ് എടുത്ത് തരികയും ചെയ്തു. കേട്ടപ്പോൾ എല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇമ്രാൻ ആഷ്മിയെ വെല്ലുന്ന റൊമാൻസും. അൽ ഹയവാനൽ ഇന്ദൽ ഹബീബി ജബ്ബർലക്ക. പകച്ചുപോയി എൻ്റെ ബാല്യം. മിന്നു പ്രത്യേക താളത്തിൽ പറഞ്ഞതും പൂജ ചിരിച്ചു പോയിരുന്നു. അപ്പോ എല്ലാം കഴിഞ്ഞാ? അത് കൊള്ളാലോ. ഹേയ്, കഴിഞ്ഞേനെ. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഇതൊക്കെയല്ല ഒരു രസം. കുറച്ചു നാളെ ഞാനിങ്ങനെ കൊതിപ്പിച്ച് വട്ടുപിടിപ്പിച്ച് നടക്കും. നിനക്കിതെന്തിൻ്റെ കേടാണ് എൻ്റെ മിന്നു? ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. പൂജ പറഞ്ഞത് കേട്ടതും മിന്നു മറുപടി പറഞ്ഞു. മിന്നു പൂജയോട് അതും പറഞ്ഞ് നയനയുടെ അനക്കമൊന്നും കേൾക്കാനിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയതും അവൾ നഖം കടിച്ചു തിന്നുന്ന തിരക്കിലാണ്. ഇങ്ങനെ നഖം തിന്നേ വയറ് നിറച്ചെന്ന് എനിക്കിനി ഫുഡൊന്നും വേണ്ടായിരിക്കുമല്ലേ? എങ്കിൽ നിന്റെ അൽഫാം പീസേ എനിക്ക് തരണേ. ഫുഡ് വിളമ്പാൻ നേരമായില്ലാവോ? മനുഷ്യനൊരു വിഷന്നിട്ട് കണ്ണു കാണാൻ വയ്യ. നീ എന്തായാലും വാ, നമുക്കേ മനുവേട്ടനോട് ഒരു ഹായ് ഒക്കെയും പറഞ്ഞിട്ടേ വരാമെന്നും പറഞ്ഞ് നയനയുടെ കയ്യും പിടിച്ച് വലിച്ചു മിന്നും മുറിവിട്ടിറങ്ങി. ഷെബിയും ശ്യാമും മനുവും ഗൂഗിളും ആദ്യവും ലിവിങ് ഏരിയയിലിരുന്ന് സംസാരിക്കുകയാണ്. ഈ സമയത്താണ് മിന്നു നയനയുടെ കൈയും കോർത്ത് പിടിച്ച് അങ്ങോട്ട് വരുന്നത്. നയന പിടി അയക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മിന്നു ഉടുമ്പ് പിടിച്ച പോലെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. ഹായ് മനുവേട്ട, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു കാഴ്ച ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും സംഭവം ജോറായിട്ടുണ്ട് കേട്ടോ, മിന്നു പറഞ്ഞു. അല്ല മനുവേട്ടൻ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ മിൻഹയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, കോമഡി. ഇവരുടെ കൂടെ അരമണിക്കൂർ ഇരുന്നപ്പോഴേക്കും മനുവേട്ടൻ ചളിയടിച്ച് തുടങ്ങിയില്ലേ? ഇങ്ങനെ പോയാൽ നിങ്ങളെ ഈ ലുക്കൊന്ന് മാറ്റി പിടിക്കേണ്ടി വരും. ഈ ലുക്കിനെ ചളി ഒട്ടും മാച്ച് ആവുന്നില്ല. നിന്നെ ഇപ്പം ആരാ ഇങ്ങോട്ട് വിളിച്ചേ? നിങ്ങളോട് ഇപ്പം ആരെങ്കിലും മിണ്ടിയോ? ഗോകുലിൻ്റെ ചോദ്യം കേട്ട് മിന്നു മുഖം കോട്ടിക്കൊണ്ട് പറഞ്ഞു. ഹോ, എൻ്റെ ഷെബി, നീ എങ്ങനെ സഹിക്കുന്നു? ഗോകു ഷെബിയോട് ചോദിച്ചു. അത് തന്നെയാണ് ഞാൻ മീരയോടും ചോദിക്കുന്നത്, എങ്ങനെ സഹിക്കുന്നു എന്ന്. മിന്നു വിട്ടില്ല. രണ്ടും ഒന്ന് പോയി തരോ? ഇതിനിടയിൽ വട്ടുപിടിച്ച ഷെബി ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു. അത് കേട്ട് രണ്ടും ഒന്ന് അടങ്ങി. ഫൈനലി നിങ്ങൾ രണ്ടാളങ്ങ് കെട്ടിയല്ലേ? തീരെ പ്രതീക്ഷിച്ചില്ല, മനു പറഞ്ഞു. ഞാനും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒടുവിൽ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞു വന്നേ എൻ്റെ പിരടിയിൽ തന്നെ അങ്ങ് വീണു. എന്ത് ചെയ്യാം, തലവര മായ്ക്കാൻ പറ്റില്ലല്ലോ. ഷെബി ഉള്ളിലൂറെ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. മനുവേട്ടാ, നമുക്കേ വേറെന്തേലും സംസാരിക്കാം. ഇതിന് മറുപടി പറയാൻ നിന്നാ ഞാൻ വലുതൊങ്ങ് പറഞ്ഞു പോകും. മിന്നു ഷെബിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതേ സമയം മനുവിൻ്റെ കണ്ണുകൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്ന നയനയിലെത്തി നിന്നതും നയന മുഖമുയർത്തി അവനൊന്ന് നോക്കിയതും ഒരുമിച്ചായിരുന്നു. ആ നിമിഷം അവൻ പെട്ടെന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. അല്ല മനുവേട്ടാ, നമുക്കും ഒരു കല്യാണമൊക്കെ വേണ്ടേ? മിൻഹ ഓൾറെഡി കെട്ടിക്കഴിഞ്ഞല്ലോ, പിന്നെ എങ്ങനെയാ നമ്മൾ വീണ്ടും കെട്ടുക? ഓ, എൻ്റെ മനുവേട്ട ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ. ഞാൻ മനുവേട്ടൻ്റെ കാര്യമാണ് പറഞ്ഞത്. അല്ല, നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടല്ലേ? ഇല്ല, ഉണ്ടില്ല. ഉണ്ണാൻ പോകുന്നല്ലേ ഉള്ളൂ. ഒന്ന് പോടി, നിനക്ക് വേറെ ഒന്നുമില്ല ചോദിക്കാൻ? ഷെബി പറഞ്ഞത് കേട്ടതും അവൾ അവന് നേരെ പുച്ഛം വാരി വിതറി വീണ്ടും മനുവിന് നേരെ തിരിഞ്ഞു. മനുവേട്ടാ, ആരാൾ പ്ലീസ് പറയുന്നേ. ഇനിയിപ്പോൾ അങ്ങനെ ഒരാളില്ലെങ്കിലേ എൻ്റെ കയ്യിൽ ഒരാളുണ്ട്. ആൾക്ക് മനുവേട്ടൻ്റെ ഈ ലുക്കും കട്ടത്താടിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. വീട്ടുകാർ മിങ്കിളാവാൻ പറഞ്ഞിട്ടും ആളിപ്പോഴും സിംഗിളായി നടക്കുക. കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു സിംഗിളായി നടക്കാൻ. അപ്പോൾ മനുവേട്ടൻ്റെ കൂടെ മിങ്കിളായി നടന്നോട്ടല്ലേ? അങ്ങനെയും ഞാൻ പറഞ്ഞില്ല. മിൻഹയുടെ ചോദ്യം കേട്ട് മനു പറഞ്ഞു. അപ്പോൾ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യ. എൻ്റെ പൊന്നു ഷെബിയെ, ഇതിനേക്കാൾ നല്ലതേ സിംഗിൾ ലൈഫ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴേ കല്യാണിയെ വേണ്ടെന്ന് വെച്ചാലും ഒന്ന് ആലോചിക്കുക എന്നും പറഞ്ഞ് മനു അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അവൻ നയനയ്ക്ക് മുഖം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് എഴുന്നേറ്റ് പോയത്. അവൻ പോയതും നയനയുടെ മുഖം വാടി. ഈ വിഷമിക്കണ്ട, ഞാനില്ല കൂടെ, ഡോണ്ട് വറി. മിന്നു നയനയെ സമാധാനിപ്പിച്ചു. നയന ഒന്നും മിണ്ടാതെ പൂജയുടെ അരികിലേക്ക് നടന്നു. അല്ല മിൻഹ, നീ ഇപ്പം ഇങ്ങോട്ട് വന്നേ കല്യാണം നടത്താനോ അത് മുടക്കാനോ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? നിനക്ക് തൃപ്തിയായല്ലോ. ഇനിയിപ്പം ഞങ്ങൾ എങ്ങനെയാ ഈ വിഷയം ഒന്ന് സംസാരിക്കുക? ആദ്യം അതും പറഞ്ഞ് അവളുടെ തലയ്ക്ക് ഒരു കൊട്ടും കൊടുത്ത് അവിടെ നിന്ന് പോയതും മിന്നുവിന് നേരെ പുച്ഛം വാരി വിതറിക്കൊണ്ട് ഗോകുവും ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നും പറഞ്ഞ് ഷെബിയും പോയതും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മിന്നു അവരുടെ പിറകെ പോയി. മുതിർന്ന പുരുഷന്മാരെല്ലാം ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം നമ്മുടെ പെൺപിള്ളേരും ആൺപിള്ളേരും കഴിക്കാനിരുന്നു. വിശന്ന് വലഞ്ഞിരിക്കുന്ന മിന്നു മറ്റാരെയും ശ്രദ്ധിക്കാതെ മുന്നും പിന്നും നോക്കാതെ ഭക്ഷണവുമായി ഒരു മൽപ്പിടുത്തം തന്നെ നടത്തുകയാണ്. അവളുടെ തീറ്റ കണ്ട് ഷെബി വായും പൊളിച്ച് നോക്കി നിന്ന് പോയി. എന്തുവാടേ ഇത്? നിന്റെ വീട്ടിൽ ഇവൾക്ക് കഴിക്കാനൊന്നും കൊടുക്കാറില്ലേ?
നീ സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെയാണേ വിശന്നാ ചിലപ്പോൾ നിന്നെ തന്നെ ഇവൾ മുഴുവനോടെ വിഴുങ്ങിയെന്ന് വരാം. പ്രത്യേകിച്ച് ഉറങ്ങുന്ന ടൈമിൽ. ബി കെയർഫുൾ മാൻ. അവളുടെ കഴുപ്പിൻ്റെ വേഗത കണ്ട് ഗോകുൽ ഷെബിയോട് പതുക്കെ പറഞ്ഞു. എൻ്റെ കുഞ്ഞിപ്പെണ്ണൊന്ന് പതുക്കെ കഴിക്ക്, ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ കഴിച്ചാൽ തൊണ്ടയിൽ കുടുങ്ങി മയ്യത്താവൂട്ടോ. ഷെബി അവളുടെ കയ്യിൽ ചെറുതായി നുള്ളിക്കൊണ്ട് പറഞ്ഞു. ഓ, ഞാനതങ്ങ് സഹിച്ചു. ഞാൻ മരിച്ചോട്ടെ, അതിന് നിങ്ങൾക്കെന്താ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. അത് കേട്ടതും മിൻഹ ഷെബിയെ മുഖം കൂർപ്പിച്ചു ഒന്ന് നോക്കിയതും അവൻ കുസൃതി ഊറിയ ചിരിയോടെ അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ്റെ അൽഫാം അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്ത് ഒന്നും അറിയാത്ത പോലെ കഴിക്കാൻ തുടങ്ങി. ഇന്ന് തന്നെ ഫസ്റ്റ് നൈറ്റ് നടത്താനുള്ള കൈക്കൂലിയാണോ ഇത്? അങ്ങനെ ഒരു ചിക്കൻ പീസിലൊന്നും ഞാനങ്ങ് വീഴില്ല മോനെ. അവന് മാത്രം കേൾക്കാൻ പാകത്തിൽ മിൻഹ പറഞ്ഞതും ഷെബി അവളെ കൂർപ്പിച്ചു നോക്കി. അവൻ മിൻഹയുടെ പ്ലേറ്റിൽ നിന്നും ചിക്കൻ തിരിച്ചെടുത്തു. ആ സമയം ഗോകുൽ അതെടുത്ത് അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടതും ഗോകുലിൻ്റെ പ്ലേറ്റിൽ ചിക്കൻ്റെ സമ്മേളനം തന്നെ നടക്കുന്നത് കണ്ട് ഷെബി അവനെ ഒന്ന് വല്ലാത്ത ഭാവത്തിൽ നോക്കി അവൻ്റെ ചിക്കൻ തിരിച്ചെടുത്ത് മിൻഹയുടെ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ടുകൊടുത്തു. ഗോകുൽ മീരയുടെ പ്ലേറ്റിലെ ചിക്കൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞിരുന്നു. നിങ്ങളുടെ പിള്ളേരുകൾ ഇനിയും നിർത്താനായില്ലേ? ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് കളിക്കുന്നേ? നിങ്ങൾക്ക് ഇത്തിരി പക്വതയോടെ പെരുമാറിയാലെന്താ? അവരുടെ പ്രവർത്തികൾ കണ്ടതും ആദി ഷെബിയോടും ഗോകുലിനോടെന്ന പോലെ പറഞ്ഞു. എടാ, ഈ പക്വത എവിടെ നിന്ന് കിട്ടും? എനിക്കൊരു കിലോ വേണമായിരുന്നു, ഇവന് 2 കിലോയും. ഗോകുൽ പറഞ്ഞത് കേട്ടതും ആദ്യം അവനെ മുഖം കുറിപ്പിച്ച് നോക്കി. അല്ല, ഇന്നലെ വരെ നിനക്കും ഈ പറയുന്ന സാധനം ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നോക്കിയടാ, ഒരു കൊച്ചിൻ്റെ അച്ഛനാവാൻ പോകുന്നതെന്നറിഞ്ഞപ്പോൾ തൊട്ടേ ഇവനാകെ മാറി. ഗോകുൽ എല്ലാവരെയും നോക്കി അത് പറഞ്ഞതും പിന്നെ ആദ്യം ഒന്നും മിണ്ടാൻ നിൽക്കാതെ തൻ്റെ തൊട്ടരികിലിരിക്കുന്ന പ്രിയയ്ക്ക് വായ്ക്ക് നേരെ ഭക്ഷണം നീട്ടിയതും പ്രിയ കണ്ണുകൊണ്ട് വേണ്ട എന്ന പോലെ കാണിച്ചതും ആദ്യം അവളുടെ കാതോരം പതുക്കെ പറഞ്ഞു. ഇത് മനുവിനുള്ള പണിയാ, നീ വാ തുറന്നേ. അത് കേട്ടതും പ്രിയ വാ തുറന്നു. ആദ്യം പ്രിയയ്ക്ക് വാരിക്കൊടുക്കുന്നത് കണ്ടതും മനു ചെറുചിരിയാലോ ഒന്ന് നോക്കി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആദ്യം ശ്യാമിനെ നോക്കി കണ്ണുകൊണ്ട് എന്തോ കാണിച്ചതും ശ്യാം പൂജയുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തതും എന്തോ മനസ്സിലായെന്ന പോലെ ബാക്കി 2 പേരും തങ്ങളുടെ ഭാര്യമാർക്ക് വായിൽ വെച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ടു സിംഗിളായ നയനയുടെ മുഖം വാടിയതും ആദ്യം അവളെ ഒന്ന് നോക്കി. ഡി നയനെ, ഇനി നിനക്ക് വാരിത്തരാൻ ആളിൽ നിന്ന് കരുതിയേ നീ വിഷമിക്കണ്ട. എന്തായാലും എനിക്ക് പെങ്ങളില്ല, അതുകൊണ്ട് നിന്നെ പെങ്ങളായി ഞാൻ ദത്തെടുത്തിരിക്കുന്നു. വാ തുറക്ക്. ആദ്യം അവൾക്ക് നേരെ ഭക്ഷണം നീട്ടിയതും നയനെ പ്രിയൊന്ന് നോക്കി. അതിന് നീ എന്തിനാണ് നോക്കുന്നേ? നിന്റെ ചേട്ടനാണെന്നല്ലേ പറഞ്ഞേ, വാങ്ങിച്ചോ. എങ്കിൽ എനിക്കും പെങ്ങളില്ലടാ, ഞാനും ദത്തെടുത്തിരിക്കുന്നു. അവളുടെ വായിലേക്ക് ഷെബിയും ഫുഡ് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്കൊരു പെങ്ങളേ ഉള്ളൂ, അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ആയിക്കോട്ടെ. ശ്യാം നയനക്ക് നേരെ ഭക്ഷണം നീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് പെങ്ങളേ ഉള്ളൂ, അതിൻ്റെ കൂടെ നീ അധികമാവില്ല എന്ന് പറഞ്ഞ് ഗോകുവും നയനക്ക് ഫുഡ് വായിൽ വെച്ച് കൊടുത്തതും നയനയുടെ കണ്ണ് നിറഞ്ഞു. മനുവിന് പെങ്ങളില്ലെങ്കിൽ പെങ്ങളായി അവളെ സ്വീകരിച്ചോളൂ. ഗോകുൽ പറഞ്ഞത് കേട്ടതും മനു ഒന്ന് പതറി. എങ്കിലും പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്കിപ്പോൾ ഇഷ്ടം പോലെ ആങ്ങളമാരുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ? എനിക്ക് ആവശ്യത്തിന് പെങ്ങന്മാരൊക്കെ ഉണ്ട്. കേട്ടോ നയന, മനു നിന്നെ പെങ്ങളായിട്ട് കരുതിയില്ല കേട്ടോ. പിന്നെ എങ്ങനെയാ കരുതിയെന്ന് ചോദിച്ചു നോക്കൂ. ഗോകു പറയുന്നത് കേട്ടതും ആ നിമിഷം മനുവും നയനയും പരസ്പരം ഒന്ന് നോക്കിപ്പോയി. ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ കൊരുത്തതും ഇരുവരും ഒരുതരം പിടച്ചിലോടെ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റിക്കളഞ്ഞു. അതിനിടയിൽ വൊമിറ്റ് ചെയ്യാൻ വരുന്നത് പോലെ തോന്നിയ പ്രിയ വായും പൊത്തിപ്പിടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നത് കണ്ടതും എല്ലാവരും ഒന്ന് നോക്കി. ആ നിമിഷം ആദ്യം അവരോടൊക്കെയും നിങ്ങൾ കഴിക്കുക എന്നും പറഞ്ഞു പ്രിയയുടെ പിന്നാലെ ചെന്നു. പ്രിയ വൊമിറ്റ് ചെയ്യുന്നത് കണ്ടതും ആദ്യം അവളുടെ പുറം തടവി കൊടുത്തു. അവളൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയതും അവൾ മുഖമൊക്കെയും കഴുകി ആദ്യക്ക് നേരെ തിരിഞ്ഞു. ആദ്യം നീ അങ്ങോട്ട് ചെല്ല്, എനിക്കിനൊന്നും വേണ്ട. നേരത്തെ വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല, നീ പോയിക്കോ. ഒന്നും കഴിക്കാതെ എങ്ങനെയാ? നേരത്തെ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ, പറ്റുന്നില്ല, അതുകൊണ്ടാ. എങ്കിൽ എനിക്കും വേണ്ട. അതെന്താ നിനക്ക് വേണ്ടാത്ത? പട്ടിണി കിടന്നുകൊണ്ട് നീ സ്നേഹം കാണിക്കാറില്ലല്ലോ. ഇതെൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാ. ഓഹോ, അപ്പം എന്നേക്കാളും വലുതാണല്ലേ നിനക്ക് നിൻ്റെ കുഞ്ഞ്? ശരി, നടക്കട്ടെ. ഞാനേ നമ്മുടെ മുറിയിൽ കാണും. നീയേ എൻ്റെ അച്ഛനൊന്ന് അങ്ങോട്ട് പറഞ്ഞു വിടോ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. പ്രിയ പറഞ്ഞത് കേട്ടതും ആദിയുടെ മുഖമൊന്ന് വിടർന്നു. ശരി, എന്നാൽ നീ പോയിക്കോ, ഞാൻ അങ്കിളിനെ പറഞ്ഞു വിടാം എന്നും പറഞ്ഞ് ആദി അവിടെ നിന്ന് പോയതും പ്രിയ മുറിയിലേക്ക് നടന്നു. മുറിയിലെ സെറ്റിയിലിരുന്ന് ചിന്തയിൽ മുഴുകിയിരിക്കുന്ന പ്രിയയെ കണ്ടുകൊണ്ടാണ് ദേവ് അങ്ങോട്ട് വരുന്നത്. അയാളെ കണ്ടതും പ്രിയ എഴുന്നേക്കാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി അവളുടെ അരികിൽ ചെന്നിരുന്നതും അടുത്ത നിമിഷം അവൾ അയാളുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. ആ നിമിഷം ദേവിൻ്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പി. അതോടൊപ്പം കണ്ണും ചെറുതായി ഈറനണിഞ്ഞിരുന്നു. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ഏറെ നേരം ഇരുവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നിരുന്നു. അച്ഛാ, ഐ എം സോറി, ഐ ലവ് യു അച്ഛാ. പ്രിയയുടെ സ്വരം അന്നേരം നേർത്തിരുന്നു. ആ നിമിഷം അയാളുടെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ അമർന്നിരുന്നു.
പിന്നീട് അച്ഛനും മകളും ഏറെ നേരം സംസാരിച്ചു നിന്നു. ആദ്യം തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ യാത്രയാക്കിയായിരുന്നു. അതിനിടയിൽ നയനയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുക എന്ന 8ന്റെ പണിയും കൊടുത്ത് മനുവിനെയും പറഞ്ഞിട്ട് തൻ്റെ മുറിയിലേക്ക് വരികയായിരുന്നു ആദി. അവിടം കണ്ട മനോഹരമായ കാഴ്ചയിൽ അവൻ്റെ മുഖമൊന്ന് വിടർന്നു. ആദ്യം കണ്ടതും ദേവ് അവനോടും തൻ്റെ അരികിൽ വന്നിരിക്കാൻ പറഞ്ഞതും ആദ്യം അവരോടൊപ്പം ചേർന്നു. അങ്കിൾ, ഞാനൊരു ഹെൽപ്പ് ചോദിച്ചോട്ടെ? പറ്റില്ലെന്ന് പറയരുത്. ഇല്ലടോ, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരും. അത്രയ്ക്കും ഞാനിപ്പോൾ ഹാപ്പിയാണ്. എൻ്റെ മോള് ജീവിതത്തിൽ ആദ്യമായി എന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. അച്ഛ എന്ന് വിളിച്ചു. ഇതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഉണ്ടോ? അതുകൊണ്ട് ആദ്യം എന്ത് ചോദിച്ചാലും ഞാൻ തരും. ആണോ? എങ്കിൽ കിഡ്നി ചോദിച്ചാലും തരുമായിരിക്കും അല്ലേ? അതെന്താ, ആദിയുടെ കിഡ്നി ഫെയിലിയർ ആണോ? ഹേയ്, എന്ത് ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ അതൊന്നും അറിയണമല്ലോ എന്ന് കരുതി ചോദിച്ചതാ. നിലവിൽ എൻ്റെ കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറയാമെന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട് ഷെബി നേരത്തെ അങ്കിൾ കണ്ടിട്ടുണ്ടാവും. ആളുടെ ആദ്യത്തെ മൂവിയുടെ ഷൂട്ട് പുരോഗമിക്കാറായി. അങ്കിളിന് അതിലൊരു പാട്ട് പാടാൻ പറ്റുമോ? അതേപോലെ മൂവിയുടെ ഒരു പ്രൊമോഷൻ പരിപാടിയിലും അങ്കിളൊന്ന് പങ്കെടുക്കണം. എങ്ങനെയെങ്കിലും ഈ മൂവി ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കണം. ഒരു കൂട്ടം നവാഗതരുടെ സ്വപ്നങ്ങളാണ് ആ പടം ഹിറ്റായാൽ പൂവണിയാൻ പോകുന്നത്. ശരി, സമ്മതിച്ചിരിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നാൽ ഇനി ഞാൻ പൊയ്ക്കോട്ടെ. അതും പറഞ്ഞ അയാൾ പ്രിയ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഇരുവരോടും യാത്ര പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. മനുവിൻ്റെ കൂടെ കാറിലിരിക്കുമ്പോൾ നയനയുടെ ഹൃദയം എന്തിനെന്നറിയാതെ ശക്തമായി തുടിക്കുന്നുണ്ടായിരുന്നു. മനുവാണെങ്കിൽ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കുകയാണ്. നയന അവനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എന്തിന് ഒന്നും മിണ്ടിയിട്ട് പോലുമില്ല. ഒടുവിൽ അവളുടെ വീടിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിയതും അവൾ വാടിയ മുഖത്തോടെ അവനൊന്ന് നോക്കി. എന്ത്, ഇറങ്ങുന്നില്ലേ? എന്നാ ഇറങ്ങിക്കോ. വരുന്നില്ലേ? എങ്ങോട്ട്? അല്ല, അകത്തോട്ട് കയറിയിട്ട് പോവാന്ന് പറയുകയായിരുന്നു. മനു ആ പറഞ്ഞതും നയന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും തൊട്ടടുത്ത നിമിഷം അവൻ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോയിരുന്നു. ആദിയുടെ മാറോരം തല ചായച്ചിരിക്കുകയാണ് പ്രിയ. അവൻ്റെ കൈ അവളുടെ ഉദരത്തെ തഴുകുന്നുണ്ട്. ആദി. പ്രിയ കൊഞ്ചലോടെ നേർമയായി വിളിച്ചു. ആദി, എനിക്ക് വിശക്കുന്നു. എന്തോന്ന്? എനിക്ക് വിശക്കുന്നെന്ന്. എനിക്ക് ഫ്രൈഡ് റൈസ് വേണം. ഈ പാതിരാത്രിയിലോ? ഇത്രയും നേരം നൊസ്റ്റ് പറഞ്ഞ് എൻ്റെ ഉറക്കം കളഞ്ഞൊന്നും പോരാഞ്ഞിട്ട് ഈ 2 മണിക്ക് ഞാൻ നിനക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാം. എന്നെ കൊണ്ട് പറ്റില്ല. പ്ലീസ് ആദി, ഇതിപ്പോൾ നിന്നോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞതൊന്നും അല്ലല്ലോ. നേരത്തെ ഉണ്ടാക്കിയത് ഫ്രിഡ്ജ് കിടപ്പുണ്ടാവും, അതെടുത്ത് ഒന്ന് ചൂടാക്കിയാൽ പോരെ. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശന്നാലേ നിൻ്റെ കുഞ്ഞു പൂമ്പാറ്റ കൂടി വിശക്കൂട്ടോ, അത് മറക്കണ്ട. എനിക്കറിയായിരുന്നു നീ ഇതിൽ പിടിച്ച് കയറുമെന്ന്. ഇത്തരം ഡയലോഗ്സിലൊന്നും വീഴാത്ത ആളാണ് ഞാൻ. ഇതിപ്പോൾ എൻ്റെ കുഞ്ഞു പൂമ്പാറ്റയുടെ കാര്യമായി പോയില്ലേ. അതുകൊണ്ട് ഇന്നത്തേക്ക് മാത്രം ഞാൻ സംഭവം റെഡിയാക്കി തരാം. പിന്നെ പ്രഗ്നൻ്റ് ആണെന്ന് കരുതി നീ പറയുന്ന എന്തിനും തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. അതൊക്കെ കഥയിലും സിനിമയിലും സീരിയലിലൊക്കെ നടക്കായിരിക്കും, പക്ഷേ ഇവിടെ നടക്കില്ല. നടക്ക് എന്നും പറഞ്ഞ് ആദ്യം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അതിന് നീ എന്തിനാ നടക്കാതിരിക്കുന്നത്? നടന്നോളൂന്നേ. അവളുടെ അനക്കൊന്നും കേൾക്കാനിട്ട് തിരിഞ്ഞു നോക്കി ആദ്യം പറഞ്ഞതും അവൾ എന്നെ എടുക്കുന്ന പോലെ അവന് നേരെ ഇരു കൈയും ഉയർത്തി പിടിച്ചതും ആദ്യ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവളെയും കൈകളിൽ കോരിയെടുത്ത് കിച്ചൺ ലക്ഷ്യം വെച്ച് നടന്നു.